അടയ്ക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. ഞാൻ പറയുന്നു, ഇതിന് അടിമുടി അഴിമതിയാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത്. ഈ പഞ്ചായത്തിൽ CDS നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നടക്കുന്ന അതിനേക്കാളേറെ വലിയ കുംഭകോണങ്ങളാണ്. അതെല്ലാം ഞാൻ എണ്ണി പറയുന്നുണ്ട്. സമയക്കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് ഉത്തരവാദി കേവലം ഒരു ഓഡിറ്ററായ ഒരു ഉദ്യോഗസ്ഥ മാത്രമല്ല. ഇനി CDS ചെയർപേഴ്സന് നല്ല പങ്കുണ്ട്, AS-ന് നല്ല പങ്കുണ്ട്. അത് ഇന്നിരിക്കുന്ന AS ആകട്ടെ, ഇതിന് മുമ്പിരുന്ന AS ആകട്ടെ, അവരുടെ അന്വേഷണമില്ലായ്മ കൊണ്ടും അവരുടെ നിരുത്തരവാദിത്വം കൊണ്ടുമാണ് ഈ സ്ത്രീ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കളവ് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവരാണെന്ന് ഞാൻ സന്ദർഭമായി ഓർമ്മപ്പെടുത്തിട്ട്, മറ്റൊന്ന് ഞാൻ പറഞ്ഞു വന്നത്, 1,50,00,000 രൂപ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇന്ന് രാവിലെ ഒരു സംഭാഷണം നടന്ന ശൈലിയെ പറഞ്ഞു. കുഞ്ഞിക്കാട്ട് മൈതാനം ഉണ്ടാക്കിയതാണ് അത്രേ. നിങ്ങളെല്ലാം കേട്ടു കാണും. 2020 ഡിസംബർ 10-ാം തീയതി നടന്ന വോട്ടെടുപ്പിലൂടെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജനപ്രതിനിധിയായി കയറി വരികയും 8 പേരുടെ പിന്തുണയോടുകൂടി ഈ പഞ്ചായത്തിലെ LDF ഭരണമേൽക്കുകയും ചെയ്തത്. അതിൽ ഇന്ന് ഒരാൾ ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ